നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം കഴിഞ്ഞിട്ട് ദിവസങ്ങളായെങ്കിലും അതുമായി ബന്ധപ്പെട്ട പരാതികളും അതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനാ സിദ്ധാന്തങ്ങളും ഒക്കെ ഫുട്ബോൾ ലോകത്ത് ഇങ്ങനെ പാറിപ്പറന്ന് നടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കരുതും ഇവിടുത്തെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ മാത്രമാണിതെന്ന്. അല്ല, എല്ലായിടത്തും ഇതാണ് സ്ഥിതി. അതുകൊണ്ടാണല്ലോ സ്പാനിഷ് മാധ്യമങ്ങളും അതുപോലെ അർജൻറ്റീൻ മാധ്യമങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുകയും അത് ശരിയല്ല എന്നും അങ്ങനെ ഇല്ല എന്നൊക്കെ സമർത്ഥിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളൊക്കെ പറയേണ്ടി വരികയൊക്കെ ചെയ്യുന്നത്. താരങ്ങൾ അങ്ങനെ പറയുന്നു. ഇപ്പം ഒരു പെറ്റീഷൻ 67,000-ലധികം ആളുകൾ ഓൾറെഡി സൈൻ ചെയ്ത് കഴിഞ്ഞൊരു പെറ്റീഷൻ, ഒരു അർജൻറ്റീൻ പെറ്റീഷൻ എന്ന് പറഞ്ഞാൽ അർജൻറ്റീനക്കാരുടെ ഒരു പെറ്റീഷൻ ഫിഫക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഫിഫക്ക് സമർപ്പിക്കാനായിട്ട് അവർ ഒപ്പ് ശേഖരണം പോലെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെറ്റീഷനിൽ പറയുന്നത് ഫൈനൽ വീണ്ടും നടത്തണം. അർജൻറ്റീനയും സ്പെയിനും തമ്മിൽ നടന്ന ഫൈനൽ റഫറി ശരിക്കല്ല ചെയ്തത്. റഫറി അതായത് ഈ പെറ്റീഷൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത് സ്ലാവ്കോ വിൻസിച്ച് അന്ന് കഴിഞ്ഞ ഞായറാഴ്ചയിലെ മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വളരെ മോശമായിരുന്നു. അത് സ്പെയിനിനെ സഹായിക്കുന്ന രൂപത്തിലാണ് ചെയ്തത്. അതുകൊണ്ടാണ് അവർക്ക് കിരീടം ലഭിച്ചത് എന്നാണ് പെറ്റീഷനിലെ പ്രധാനപ്പെട്ട വാദം. അവർ പറയുന്നത് ഈ ഗെയിം ഒന്നുകൂടി റിവ്യൂ ചെയ്യണം, റഫറി കളിയുടെ ഔട്ട്കമിനെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട വാദം. ഫാൻസ് പറയുന്നത് ഇതിന് ബ്രൈബ്ഡാണ് റഫറി, അതിനുള്ള വീഡിയോ കയ്യിലുണ്ടെന്ന്. പക്ഷേ അങ്ങനെയുള്ളൊരു തെളിവും വീഡിയോ ഒന്നും എവിടെയും അവരാരും സമർപ്പിക്കുന്നില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പെറ്റീഷന് ഇപ്പോൾ സ്പെയിനിലും വലിയ രൂപത്തിൽ ചർച്ചയായിട്ട് മാറിയിട്ടുണ്ട്. മുണ്ടോ ഡിപ്പോർട്ടിവോ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് പറയുന്നു, ഈ പെറ്റീഷന് ഒരു തരത്തിലുള്ള വാലിഡിറ്റിയും ഇല്ല, വെറുതെ ഒരു പുകമറ സൃഷ്ടിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ് എന്ന് തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വാർത്ത ഇപ്പോൾ യുഒയിലാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അർജൻറ്റീൻ പെറ്റീഷൻ 67,000-ലധികം ആളുകൾ അതിൽ സൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. ഫൈനൽ വീണ്ടും നടത്തണമെത്രേ. റഫറി മോശമാണെന്നാണ് വാദം. ഇത് കുറേ ആളുകൾ പറയുന്നത് കേട്ടു, റഫറി മോശമായിട്ട് സ്പെയിനിനെ സഹായിച്ചു എന്ന്. സ്കലോനി കഴിഞ്ഞ ദിവസം പറഞ്ഞത് റഫറിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പരാതിയും ഞങ്ങൾക്കില്ലാന്നാ. അതും മാത്രമല്ലെന്നേ, അപ്പോൾ സ്പെയിനിൻ്റെ ആ ഗോള് നിഷേധിച്ചതോ അല്ലേ, നിക്കോ വില്യംസ് അടിച്ച ഗോള്, അതെന്തായിരുന്നു? അപ്പോൾ ഈ ഗൂഢാലോചനയും റഫറിക്ക് എതിരെയുള്ള വാദമൊക്കെ പൊളിക്കാൻ അതൊന്നും മാത്രം മതി. വീഡിയോ അവസാനിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.